ഞാൻ വളർന്നു വന്ന ജംഗ്ഷനായി ചെത്തോങ്കര ജംഗ്ഷൻ എന്ന് പറയുന്നത്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ പഠനം കഴിഞ്ഞിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്ക് 4 മണി കഴിയുമ്പോഴത്തേക്ക് ഈ ചെത്തോങ്കരയാണ് ഒന്നിച്ച് കൂടുന്നത്. കൂട്ടുകാരുമൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പേ ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടും. അന്ന് താന്നൂട്ടിലെ കുഞ്ഞുമോനുമൊക്കെ എൻ്റെ വലിയ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. കുഞ്ഞുമച്ചൻ്റെ ഒരു കടയൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ആകെയൊക്കെ ഉള്ളത് അത്രമാത്രമേ ഈ ചെത്തോങ്കര ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ചെത്തോങ്കര എൻ്റെ ജീവിതത്തിൽ നൽകിയ ചില സ്വാധീനം ഞാനൊന്ന് പറയാം. ഞാൻ ആദ്യമായിട്ട് തിരുവല്ലായി വെച്ചായിരുന്നു പട്ടം കിട്ടി അച്ഛനായിട്ട് ആദ്യം വന്ന് ഇറങ്ങുന്നത് ചെത്തോങ്കര ജംഗ്ഷനിലാണ്. ചെത്തോങ്കര ജംഗ്ഷനിലോട്ട് വന്ന് ഇറങ്ങുകയും ഞാൻ നോക്കി അവിടെ ഒരു മാടക്കട ഉണ്ടായിരുന്നു. ആ മാടക്കടയിൽ അന്ന് അറിയപ്പെടുന്ന ഒരു റൗഡി അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് പലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. അവിടെ അറിയപ്പെടുന്ന ഒരു റൗഡി ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഞങ്ങളൊക്കെ ഈ പകൽ സമയത്തൊക്കെ മാറിപ്പോകുന്നതായിട്ടുള്ള പേടിയാണ് പുള്ളി അടുക്കച്ചല്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് ആ കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയും ഞാൻ നോക്കിയപ്പോൾ ആ മാടക്കടയിൽ നിന്ന് റൗഡി ചാടി അങ്ങ് എണീറ്റ് തലയിലെ കെട്ടങ്ങഴിച്ചു. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം തോന്നി. എടാ, ഈ കുപ്പായത്തിനൊരു വിലയുണ്ടല്ലോ. അതുവരെ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ തേണ്ട് എന്നെ കണ്ടപ്പോൾ തലയെക്കെട്ടഴിച്ച് പുള്ളി ചാടി എണീക്കുന്നു വലിയ ഭക്തിപൂർവ്വം. അപ്പോൾ ഈ കുപ്പായത്തിന് വിലയുണ്ടല്ലോ എന്നൊക്കെ ഞാൻ അന്നേരത്ത് ഓർത്തു. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാനായിട്ട് നിന്നപ്പോൾ ഒരു ബസ്സിൽ ഒരു ക്ലീനറ് ഒരച്ഛൻ്റെ കുപ്പായത്തെ പിടിച്ച് വലിക്കുക. ഇങ്ങോട്ട് ഇറങ്ങച്ച. അപ്പോൾ എന്താണെന്നറിയാനായിട്ട് ഈ അച്ഛൻ അകത്തോട്ട് കയറുക, കിളി പുറകോട്ട് വലിക്കുക. ഇങ്ങോട്ട് ഇറങ്ങച്ച. എന്താ, ആരെങ്കിലും ഒരാൾ കയറിയിട്ട് പിന്നെ അച്ഛൻ കയറിയാൽ മതി. ഈ അച്ഛന്മാരാദ്യം ബസ്സിൽ കയറിയാൽ പിന്നെ അവർക്ക് അന്നത്തെ ദിവസം പോക്കാ. അതുകൊണ്ടാണ് ഈ കിളി പിടിക്കുന്നത്. ഇറങ്ങച്ച, ആരെങ്കിലും ഒരാൾ കയറിയിട്ട് അച്ഛൻ കയറിയാൽ മതി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുപ്പായത്തിന് ഒരു വിലയും ഇല്ലെന്നുള്ളത്. അതെൻ്റെ ഒരു കണ്ണ് തുറപ്പിച്ച കാര്യമാണ്. കുപ്പായത്തിനല്ല വില, അതിനകത്തായിരിക്കുന്ന വ്യക്തിയെ ദൈവം മാനിക്കുകയാണെങ്കിൽ മാത്രമേ ആളിന് വിലയുള്ളൂ. അത് കുപ്പായമായാലും ജൂബ ആയാലും ഡ്രസ്സായ എന്തിട്ടെന്നാലും അതിനുള്ളിലുള്ള ആളിനെ ദൈവം മാനിച്ചെങ്കിൽ മാത്രമേ ആ ആളിന് വിലയുള്ളൂ എന്നുള്ളത് ചെത്താങ്കര ജംഗ്ഷനിലെ അനുഭവമാണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഈ ജംഗ്ഷനെ മറക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ ജംഗ്ഷനിൽ ഇപ്രകാരം ഒരു ദൈവീക ഉറവിടമായി തീരുവാൻ തക്കവണ്ണം ഇങ്ങനെയൊരു പ്രാർത്ഥനായോഗമൊക്കെ ഇവിടെ തുടങ്ങുവാനും ഒരുമിച്ച് ആളുകളെ കൂട്ടി വരുത്തുവാനുമൊക്കെ ഇടയായതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കായിട്ട് സ്തോത്രം. രാജുവിനെയൊക്കെ പ്രത്യേകിച്ച് ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ഒരാത്മീയ ഉറവിടമായിട്ട് ഈ ഒരു ജംഗ്ഷനിൽ ഇത് തീരട്ടെ. അന്ധകാരം നിറഞ്ഞ ഒരു ജംഗ്ഷനായിരുന്നു ഒരു രീതി പറഞ്ഞ ചെത്താങ്കര. എന്നാൽ ഇന്നത് ആത്മീയ ഉറവിടമായിട്ട് മാറുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതോർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് എന്താണ് ഇന്ന് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനിങ്ങനെ കുറേ സമയം ആലോചിച്ചു. ഇവിടെ ഈ നമ്മുടെ ലാലു സാറൊക്കെ വലിയ കൺവെൻഷൻ പ്രസംഗകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. രാവണൊക്കെ വന്ന് പള്ളികളിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പ്രസംഗം വേണേലും പുള്ളിയുടെ കേട്ടു. പക്ഷെ ഒരൊറ്റ പ്രസംഗമേ ഉള്ളൂ ലാലു സാറിന്. ആ പ്രസംഗമാണ് എല്ലായിടത്തും പ്രസംഗിക്കുന്നത്. ഒറ്റ പ്രസംഗമേ ഉള്ളൂ. എത്ര വലിയ പ്രസംഗകനും ഒറ്റ പ്രസംഗമേ ഉള്ളൂ. പൗലോസ് പറയുന്നത് എന്താ? എനിക്കൊരൊറ്റ പ്രസംഗമേ ഉള്ളൂ. ക്രൂശിൽ മരിച്ച കർത്താവിനെ അല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രസംഗിക്കാനായിട്ടില്ല. ഒറ്റ പ്രസംഗം. നമ്മൾ എത്ര പ്രസംഗം പ്രസംഗിച്ചാലും
നമുക്കെല്ലാം ഒരൊറ്റ പ്രസംഗമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടിന്ന് പങ്കിടുന്ന കാര്യം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതായിരിക്കാം. ഒറ്റ പ്രസംഗമേ എനിക്ക് ഉള്ളൂ. അതുകൊണ്ട് കേട്ടിട്ടുള്ളവർ ദയവായിട്ട് ക്ഷമിക്കുക, അല്ലാത്തവർ കേൾക്കാൻ തക്കവണ്ണം മനസ്സ് തുറക്കുക. ഒറ്റ പ്രസംഗം മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള ആ ഒരു സത്യം നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ചുരുങ്ങിയ സമയത്തെ ധ്യാനത്തിനായിട്ട് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15-ാമത്തെ വാക്യമാമുഖമായിട്ടൊന്ന് വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15-ാമത്തെ വാക്യം. തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നീ എന്നോടുകൂടെ വരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത് എന്നാണ് അതിൻ്റെ. നീ എന്നോടുകൂടെ വരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ബലഹീനരായ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. തിരുവചനം അവിടുന്ന് ഞങ്ങൾക്ക് വിഭാഗിച്ച് തരണമേ. ബലഹീനായ അടിയനെ നീ എടുത്ത് ഉപയോഗിക്കണമേ. പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണമേ. വചനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കളെ അഭിഷേകം ചെയ്യണമേ. ദൈവകൃപയിൽ നിറയ്ക്കണമേ. കർത്താവിൽ ബലപ്പെടുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമേ. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. കുറവുകൾ കണക്കിടാതെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സങ്കല്പമാകട്ടോ, ഇവിടെയൊക്കെ ഒരുപാട് കൺവെൻഷനൊക്കെ നടക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഇട്ടിയപ്പാറ ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു വലിയ ബാനർ കണ്ടു. ഒരു വലിയ ക്രൂസൈഡ് എന്നെഴുതി വച്ചിരിക്കുന്ന വലിയൊരു ബാനർ കണ്ടു. ഇന്ന ദിവസം ഇത്ര സമയത്ത് ഇന്നടത്ത് വെച്ച് വൻപിച്ച ക്രൂസൈഡ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാനായിട്ട് ഞാനൊന്ന് നോക്കിയപ്പം അത് ഇന്ന സ്ഥലത്താണ്, ഇത്ര മണിക്കാണ് എന്നൊക്കെയുള്ളത് ഞാൻ കണ്ടു. പ്രസംഗകൻ ആരാ എന്നുള്ളത് ഞാൻ നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഗബ്രിയേൽ ദൂതനാണ് പ്രസംഗിക്കുന്നത്. ഗബ്രിയേൽ ദൂതൻ. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പ്രസംഗിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കും. സ്വർഗം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 24 മൂപ്പന്മാരിയ്ക്കുന്നതായിട്ടുള്ള സിംഹാസനം എന്തൊക്കെയാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുത്രനിരിക്കുന്ന സിംഹാസനം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശുദ്ധന്മാരുടെ സിംഹാസനം എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഈ സ്വർഗത്തിലെ കാഴ്ചകളൊക്കെ അവിടുന്ന് വരുന്ന ഗബ്രിയേൽ ഏതായാലും അതല്ലയോ വിവരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് കേൾക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും എനിക്ക് വലിയൊരാഗ്രഹം വന്നു. അപ്പോൾ ഈ ഗബ്രിയേലിൻ്റെ പ്രസംഗത്തിന് തന്നെ പോകുക എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇച്ചിരി മുന്നോട്ട് വന്നപ്പോഴാണ് മറ്റൊരു വലിയ ക്രൂസൈഡിൻ്റെ പോസ്റ്റർ ഞാൻ കണ്ടു. ഒരുപാട് യോഗങ്ങളുണ്ടല്ലോ, മറ്റൊരു വലിയ ക്രൂസൈഡ്. അതും ഞാൻ നോക്കിയപ്പോൾ സെയിം ഡേറ്റിലാണ്, സെയിം സമയത്താണ്, പക്ഷെ മറ്റൊരു മൈതാനത്ത് വെച്ചാണ്. അപ്പോൾ അതിങ്ങനെ സൂക്ഷിച്ചു നോക്കി, ഇതിൻ്റെ പ്രസംഗകൻ ആരാ എന്ന് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ പ്രസംഗകൻ്റെ പേര് എഴുതിയിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പൗലോസിൻ്റെ പ്രസംഗമോ? പൗലോസ് എന്നോ പ്രസംഗിക്കാനാ? ഒന്ന് കുറേ 40 അടി കിട്ടിയ കാര്യവും ഇതൊക്കെ ആയിരിക്കുമല്ലോ പ്രസംഗിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇതിലേതിനെയാണ് ഞാൻ പോകേണ്ടത്? ഗബ്രിയേലിൻ്റെ പ്രസംഗത്തിന് പോകണോ, പൗലോസിൻ്റെ പ്രസംഗത്തിന് പോകണോ? നിങ്ങൾ ഇതിലേത് പ്രസംഗത്തിന് പോകും? നിങ്ങൾ പോവുകയാണെങ്കിൽ ഏതിന് പോകും? ഗബ്രിയേലിൻ്റെ പ്രസംഗം. നമുക്ക് അവിടുത്തെ കാര്യമൊക്കെ അല്ലേ ഒന്ന് അറിയേണ്ടത് അല്ലേ? അവിടുത്തെ കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയല്ലയോ. അപ്പോൾ അവിടുത്തെ കാര്യം അറിഞ്ഞാൽ നേരത്തെ അറിഞ്ഞുകൊണ്ടങ്ങ് പോകാമല്ലോ അല്ലേ? ഞാനാണെന്നൊരു പൗലോസിൻ്റെ പ്രസംഗത്തിനേ പോകത്തുള്ളൂ. ഞാൻ ഗബ്രിയേലിൻ്റെ പ്രസംഗത്തിന് പോകത്തില്ല. എനിക്കത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അവിടെ എന്തൊക്കെയാണെന്നുള്ളതൊന്നും അറിയേണ്ട ആവശ്യമൊന്നും എനിക്കിപ്പോൾ ഇല്ല. അവിടുത്തെ സിംഹാസനത്തിൻ്റെ എണ്ണമൊന്നും അറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പൗലോസ് പ്രസംഗിക്കുകയാണെങ്കിൽ എന്താ പ്രസംഗിക്കുന്നത്? പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവം എപ്രകാരം പ്രവർത്തിച്ചു എന്നുള്ളതാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. ഇതാ സുവിശേഷം കേട്ടോ.
സ്വർഗത്തിലെ കാര്യങ്ങൾ പറയുന്ന നല്ല സുവിശേഷം. നമ്മുടെ ജീവിതത്തിൽ ദൈവം എപ്രകാരം പ്രവർത്തിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ദൈവം എപ്രകാരം മതിയായവനായിരിക്കുന്നു, എപ്രകാരം എന്നെ താങ്ങി നടത്തുന്നു, ഇതറിയുന്നതാ സുവിശേഷം എന്ന് പറയുന്നത്, ഇതാ പ്രസംഗം എന്ന് പറയുന്നത്. അതിനെ ഞാൻ പോകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഗബ്രിയേലിന് പോക്കൂ, പക്ഷേ ഞാൻ പൗലോസിൻ്റെ പ്രസംഗം എനിക്ക് കേൾക്കേണ്ടത് പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതായിട്ടുള്ള വഴികളെക്കുറിച്ചാണ് എനിക്ക് കേൾക്കേണ്ടത്. നമുക്ക് രണ്ട് രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആത്മീയ ഗോളത്തിൽ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. പ്രാർത്ഥനയിലെ 95% പ്രാർത്ഥനയിലും പറയുന്നത് എന്താ? അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ. അനുഗ്രഹം കിട്ടാനല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ എന്നുള്ളതാണ് തുടർച്ചയായിട്ട് നമ്മുടെ പ്രാർത്ഥന. അപ്പം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ്. നല്ല കാര്യമല്ലേ? ഈ അനുഗ്രഹത്തിന് പിറകെ പോയ ഒരു വ്യക്തിയുണ്ട് വേദപുസ്തകത്തിൽ, യാക്കോബ് എന്നാ പുള്ളിയുടെ പേര്. എവിടെ അനുഗ്രഹം ചെല്ലുന്നിടത്തൊക്കെ അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കുന്നൊരു പുള്ളിയാണ്. എവിടെ അനുഗ്രഹമുണ്ടോ അതിൻ്റെ പിറകെ പോകുന്ന ഒരു വ്യക്തിയാണ്. യാക്കോബിൻ്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം അപ്പനിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ചു. അമ്മയും അവനെ അനുഗ്രഹിച്ചു. ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം അവൻ വാങ്ങിച്ചു. ആ അനുഗ്രഹം കൊണ്ട് ഓടുകയാണ്. ഓടിപ്പോയിട്ട് അമ്മാച്ചൻ്റെ അനുഗ്രഹങ്ങൾ, അത് ആടുമാടുകളായിട്ട്, ഒട്ടകങ്ങളായിട്ട്, ദാസീദാസന്മാരായിട്ട്, പിന്നെ ഭാര്യമാരായിട്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചൊരു വ്യക്തിയാണ് യാക്കോബ്. ഇതിലേതെങ്കിലും ഒരു അനുഗ്രഹം യാക്കോബ് സമാധാനത്തോടെ അനുഭവിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയവനാ. സമാധാനത്തോടെ ഒരു ദിവസം പോലും കഞ്ഞി കുടിച്ച് കിടക്കാനായിട്ട് യാക്കോബിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഈ സമാധാനമില്ലെങ്കിൽ പിന്നെ അനുഗ്രഹം കിട്ടിയിട്ട് എന്നാ കാര്യം? ചിലരെ കാണുമ്പോൾ പറയും, അയ്യോ അവനെ അങ്ങ് ദൈവം അനുഗ്രഹിച്ചിട്ടിരിക്കുക. അവൻ്റെ അടുക്കുമ്പോഴാ ഒരു സമാധാനവും അവനില്ല. സമാധാനം അനുഭവിക്കാൻ ഒക്കാത്ത അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് എന്നാ പ്രയോജനം? സമാധാനത്തോടെ അനുഭവിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ അതെന്നാ അനുഗ്രഹമാണ്? ഒടുവിൽ നെൽക്കക്കള്ളിയില്ലാതെ യാക്കോബ് ഓടി ഓടി യാബോക്ക് നദിയുടെ തീരത്ത് വന്ന് കിടക്കുക. അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവിടെയും കിടന്നുകൊണ്ട് ദൂതനോട് പറയുന്നത് എന്നാണെന്നറിയാവോ? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഈ പുള്ളിക്ക് അനുഗ്രഹത്തിൻ്റെ ഏതാണ്ട് കുഴപ്പമുണ്ട് കേട്ടോ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അവിടെയും അനുഗ്രഹമാ ചോദിക്കുന്നേ. അനുഗ്രഹത്തിൻ്റെ പിറകെ നടന്ന് ധാരാളം അനുഗ്രഹം പ്രാപിച്ചവൻ, പക്ഷേ അവിടെ എങ്ങും ആ അനുഗ്രഹത്തിൽ ഒരു സമാധാനവും അനുഭവിപ്പാനായിട്ട് ആദ്യ സമയങ്ങളിൽ അവനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും സമാധാനം അനുഭവിപ്പാൻ സാധിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? അനുഗ്രഹങ്ങൾ ഇന്ന് ഇഷ്ടം പോലെ കൊടുക്കുന്ന ഒരുപാട് രംഗങ്ങൾ പലയിടത്തുമുണ്ട്. അത് കൂട്ടമായിട്ടും ചില്ലറയായിട്ടും മൊത്തമായിട്ടും ഒക്കെ അനുഗ്രഹങ്ങൾ കൊണ്ട് ആ പ്രാപിക്കാൻ അങ്ങ് ഓടി നടക്കുക. നമ്മൾ എന്തിനാ ഈ ഓടി നടക്കുന്നേ? എന്തോ അനുഗ്രഹം വന്നെനിക്ക് വേണ്ടേ? കിട്ടുന്ന അനുഗ്രഹങ്ങൾ മനസ്സമാധാനത്തോടെ അനുഭവിപ്പാനുള്ള ഒരു അവസ്ഥയല്ലേ നിനക്ക് വേണ്ടത്? അതോ ആ അനുഗ്രഹം തരണേ, ഈ അനുഗ്രഹം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹങ്ങളുടെ പുറകെ ഓടി നടക്കുന്ന ഒരവസ്ഥയാണോ? യാക്കോബ് അനുഗ്രഹങ്ങളുടെ പുറകെ പോയൊരു വ്യക്തിയായിരുന്നു. എന്നാൽ മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ഞാൻ എടുക്കുന്നത്. അത് മോശയാ. മോശ എന്നെ അനുഗ്രഹിക്കണേ എന്ന് എങ്ങും പ്രാർത്ഥിച്ചായിട്ട് എനിക്കറിയത്തില്ല. വല്ലയിടത്തും ഉണ്ടെന്ന് വരെ പറഞ്ഞാൽ ഞാനത് നോക്കാം. ഞാൻ നോക്കിയെടുത്തെങ്കിൽ അത് കാണുന്നില്ല. എന്നെ നീ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് മോശ ഒരിക്കലും പറയുന്നില്ല. അതിന് പകരം മോശ ദൈവത്തോട് പറയുന്ന എന്താണെന്നറിയാമോ? നീ എൻ്റെ കൂടെ പോരണം,
നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് എനിക്ക് തരണം. മറ്റനുഗ്രഹമൊന്നുമല്ല എനിക്ക് വേണ്ടത്, നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് തരണം. ഇത് പറയുവാനായിട്ട് കാരണമുണ്ട്. അതായത് ഈ ജനങ്ങളെ നീ നയിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ ജനങ്ങൾ ഷാഢ്യമുള്ള ജനങ്ങളാണ് എന്നുള്ളത് മോശയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഈ ഷാഢ്യമുള്ള ജനങ്ങളെ നയിക്കണമെങ്കിൽ എന്നെ കൊണ്ട് മാത്രം ഒക്കത്തില്ല, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. ഈ ഷാഢ്യമുള്ള ജനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മോശ മനസ്സിലാക്കി. മോശ പർവ്വതത്തിൻ്റെ മുകളിലായിരുന്ന സമയത്ത് അഹ്റോനെ ഏൽപ്പിച്ചേച്ചാ പോയത് ഈ ജനങ്ങളെയൊക്കെ. അപ്പോൾ കുറേ കഴിഞ്ഞ ഉടനെ ഈ ജനങ്ങളെല്ലാം വന്ന് പറഞ്ഞു, മോശ ഇനിയും വരുമെന്ന് തോന്നുന്നില്ല, 40 ദിവസം കഴിഞ്ഞല്ലോ, പുള്ളിക്കാരൻ മരിച്ചുപോയി കാണുമായിരിക്കും, അതുകൊണ്ട് ഞങ്ങളെ നയിപ്പാനായിട്ടൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അവരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കാനായിട്ട് ഏൽപ്പിച്ചേച്ച് പോയതാണ് അഹ്റോനെ മോശ. ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അപ്പോഴാണ് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതാണ് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം. അവർ കാളക്കുട്ടി അല്ല ആരാധിച്ചത് കേട്ടോ. ഈ കാളക്കുട്ടിയെ യഹോവയാക്കി തീർക്കുക, അല്ല യഹോവയെ കാളക്കുട്ടിയാക്കി തീർക്കുക. അതായത് ഈ കാളക്കുട്ടിയാണ് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞാൽ യഹോവയെ അവർക്ക് വേണ്ട രീതിയിലുള്ളൊരു ദൈവമാക്കി മാറ്റുക. നമ്മളെല്ലാവരും നമുക്ക് ആവശ്യമുള്ളൊരു രീതിയിലുള്ള ദൈവത്തെ ഉണ്ടാക്കുന്നവരാ. നമ്മുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്ന ഒരു ദൈവത്തെ അല്ലേ നമുക്ക് വേണ്ടത്? നമ്മുടെ ഇഷ്ടപ്രകാരം വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുന്ന ഒരു ദൈവത്തെ അല്ലേ നമുക്ക് വേണ്ടത്? നമ്മുടെ താല്പര്യങ്ങൾ മാനിക്കുന്ന ഒരു ദൈവത്തെ അല്ലേ നമുക്ക് വേണ്ടത്? നമ്മുടെ ചിന്താഗതികളെ മാനിക്കുന്ന ഒരു ദൈവത്തെ അല്ലേ നമുക്ക് വേണ്ടത്? നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ട ഒരു ദൈവത്തെയാണ്. ഇവിടെ ഈ ഇസ്രായേൽ മക്കളും അത് തന്നെയാണ് ചെയ്തത്. അവർക്ക് വേണ്ട ഒരു ദൈവത്തെ അവരുണ്ടാക്കിയെടുത്തു. അത് യഹോവയാ. ആ യഹോവയെ കാളക്കുട്ടിയാക്കി, കാളക്കുട്ടി അവരെ യഹോവയാക്കി. അവർക്ക് വേണ്ട രീതിയിൽ ദൈവത്തെ രൂപപ്പെടുത്തി എടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഇസ്രായേൽ മക്കൾ നൊമാഡ്സ് ആയിരുന്നല്ലോ, ഈ സഞ്ചാരികളായിരുന്നല്ലോ. അവരൊരിടത്ത് വന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഈ പഴയതുപോലെ ആടിനെ മേയിച്ചെല്ലാം നടക്കുന്ന രീതിയൊക്കെ കുറേ കുറഞ്ഞു. അപ്പോൾ അവർ നോക്കിയപ്പോൾ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർ കൃഷി ചെയ്ത് ജീവിക്കുന്നത് കണ്ടു. അപ്പോൾ കൃഷിയിൽ നിന്നുള്ള ആദായമെടുത്ത് അവർ കഴിയുന്നത് കണ്ടു. അപ്പോൾ ഇസ്രായേൽ മക്കൾക്കും ഇവിടെ സ്ഥിരതാമസമായിട്ട് അങ്ങോട്ട് താമസം തുടങ്ങിയപ്പോൾ കൃഷി ചെയ്തെങ്കിലേ ഞങ്ങൾക്ക് ഉപജീവനം ഇനി ഉണ്ടാകത്തുള്ളൂ, വല്ലതുമൊക്കെ തിന്നണമെന്ന് ഒരു കൃഷി ചെയ്യണം. അപ്പോൾ ഈ ലോക്കലായിട്ടുള്ള ആൾക്കാർ കൃഷി ചെയ്യുന്നത് പോലെ ഇസ്രായേൽ മക്കളും കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അവർ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കെല്ലാം അറിയാവുന്ന കപ്പ. അപ്പോൾ അവിടുത്തെ ജാതികൾ കപ്പയിട്ടു, ഇസ്രായേൽ മക്കളും കപ്പയിട്ടു. ഈ ഫലം പറിച്ചപ്പോൾ കപ്പ പിഴുതപ്പോൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ കപ്പയുടെ മൂട്ടിൽ നിറച്ച് കിഴങ്ങ്. ഇസ്രായേൽ മക്കൾ കപ്പ പിഴുതപ്പോൾ മൂട് മുഴുവൻ വേര്, ഒറ്റ കിഴങ്ങുമില്ല. അപ്പോൾ ഇവർക്ക് സംശയം, എടാ ഞങ്ങളും കപ്പയിട്ടു അവരും കപ്പയിട്ടു, അവരുടെ കപ്പയ്ക്ക് കിഴങ്ങുണ്ട്, ഞങ്ങളുടെ കപ്പയ്ക്ക് വേര്, എന്താ കാര്യം? അവർ ഈ പോയി ജാതികളോട് ചോദിച്ചു, ലോക്കലായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു, നിങ്ങളുടെ ഈ കൃഷിക്ക് ഫലമുണ്ട്, ഞങ്ങളുടെ കൃഷിക്ക് ഫലം കിട്ടുന്നില്ല, എന്താ? അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അതറിയത്തില്ലേ, നിങ്ങളുടെ ദൈവം യുദ്ധത്തിൻ്റെ ദൈവമാ, സൈനികരുടെ ദൈവമാ, യുദ്ധത്തിൻ്റെ ദൈവമാ. ഈ കൃഷിക്ക് ഫലം തരുന്നത് ഞങ്ങളുടെ ദൈവമാ, അത് ബാലെന്നാ അതിൻ്റെ പേര്. അപ്പം കൃഷിക്ക് ഫലം കിട്ടണമെങ്കിൽ ബാലിനെ ആരാധിക്കണം. യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളെ, യഹോവ നിങ്ങളെ സഹായിക്കും. പക്ഷേ കൃഷിക്ക് ഫലം കിട്ടണമെങ്കിൽ ബാലിനെ ആരാധിക്കണം. അപ്പോൾ ഇസ്രായേൽ മക്കൾ നോക്കിയപ്പോൾ ആപ്പാടെ കൺഫ്യൂസ്ഡായി. എടാ ഫലം വേണം താനും, യുദ്ധത്തിൽ ജയിക്കണം താനും, അപ്പോൾ യഹോവയെ കളയാനും ഒക്കത്തില്ല, പക്ഷേ കൃഷിക്ക് ഫലം വേണം താനും. അപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയാവോ? യഹോവയെ ആരാധിക്കുന്നതോടുകൂടെ തന്നെ ബാലിനെയും അവരാരാധിപ്പാനായിട്ട് തുടങ്ങി. കാര്യസാധ്യത്തിന് വേണ്ടി ഏത് ദൈവങ്ങളുടെയും പിറകെ പോകുവാനായിട്ട് മനസ്സില്ലാത്ത ഒരു വലിയ വർഗമാണ് നമ്മൾ. കാര്യം സാധിക്കാൻ എവിടെയും നമ്മൾ പോകും, കാര്യം സാധിക്കാൻ ഏത് ദൈവത്തിൻ്റെയും പുറകെ പോകും.
ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഗുജറാത്തിലായിരുന്ന സമയത്ത് അവിടെ ഒരു ആരാധനാലയത്തിൻ്റെ മുൻപിലൂടെ പോയി. ആരാധനാലയത്തിൻ്റെ മുൻപിലൂടെ പോയയുടനെ അവിടെ ഈ ഹനുമാൻ്റെ 2 രൂപങ്ങൾ വെച്ചിരിക്കുന്നു. ഹനുമാൻ്റെ രൂപത്തിന് താഴെ ഇങ്ങനെ ഗുജറാത്തി ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗുജറാത്തേക്ക് വായിക്കാൻ അവിടെ കുറച്ച് സമയം കൊണ്ടൊക്കെ ഒന്ന് പഠിച്ചു. അപ്പോൾ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് തോമസ് ഭായിനു നാമ ബെ ബന്ദർ, അത് തോമസ് എന്ന സഹോദരൻ്റെ നാമത്തിൽ ഈ 2 കുരങ്ങിനെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന ആളിനോട് ഞാൻ ചോദിച്ചു, ഏതാ ഈ തോമസ് ആരാന്ന് ചോദിച്ചു. അയ്യോ, അത് അച്ഛൻ അറിയത്തില്ല, അച്ഛൻ്റെ കൂടെ വീശാൻ കയറുന്ന ഒരു തോമസ് ഉണ്ടല്ലോ, ആ തോമസ് ആണെന്ന് പറഞ്ഞു. മധുബായിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് കയറുന്നൊരു തോമസാണ്. ഈ കുരങ്ങിൻ്റെ നിന്നാണ് വല്ലതും കിട്ടുന്നെങ്കിൽ അതെന്തിനാ കളയുന്നേ? അവിടെ ഇരിക്കട്ടെ 2 എണ്ണം അല്ലേ? നമ്മുടെ വിശ്വാസം ഇത്രയ്ക്കേ ഉള്ളോ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങൾ എങ്ങനെയാ കണ്ടിരിക്കുന്നത്? കാര്യസാധ്യത്തിന് വേണ്ടി എവിടെയും പോകുന്ന ഒരു അനുഭവം, അതാണോ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്? ഇസ്രായേൽ മക്കൾ കാര്യം സാധിക്കാനായിട്ട് ബാലിനെ കൂടെ ആരാധിപ്പാൻ തുടങ്ങി. അങ്ങനെയാണ് അന്യ ദൈവങ്ങളോടുള്ള ആരാധന അവരുടെ മധ്യ ആരംഭിക്കുന്ന ഒരു കാരണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ജനങ്ങളൊക്കെയും ഈ കാളക്കുട്ടിയുടെ പുറകെ പോയി ആരാധിപ്പാനായിട്ട് പോയി. അപ്പം മോശ ദൈവം കൊടുത്ത കൽപ്പനകളുമായിട്ട് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരിക. ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ആരവം. ഇതെന്താണ് ആരവം? യോശുവയോട് ചോദിച്ചപ്പോൾ ഇത് വിജയുടെ ആരവമല്ല, സങ്കടത്തിലിരിക്കുന്നവരുടെ ആരവമല്ല, പിന്നെ നോക്കിയോണേ, കാളക്കുട്ടിയും പൊക്കിക്കൊണ്ട് എല്ലാവരും ആരവാരത്തോടുകൂടെ പോവുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് മോശയുടെ ചങ്ക് തകർന്നു. മോശ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആ കോപം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് കയ്യിലിരുന്ന ദൈവം കൊടുത്ത കൽപ്പനകൾ വലിച്ചെറിഞ്ഞു. ആ കൽപ്പനകൾ പൊട്ടിപ്പോയി. ഈ കൽപ്പനകൾ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് മോശ അവിടോട്ട് ഇറങ്ങി നിന്ന് പറയുകയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരുണ്ട്? അവൻ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കട്ടെ. എല്ലാവരും കാളക്കുട്ടിയുടെ പുറകെ പോവുകയാണ്. കാളക്കുട്ടിയുടെ പുറകെ പോകണേ മോശ ജ്വലിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരുണ്ടോ അവൻ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇറങ്ങി നിന്നത് ആരാണെന്നറിയാവോ? ലേവി ഗോത്രമാണ് ഇറങ്ങി നിന്നത്. ലേവി ഗോത്രം യഹോവയുടെ പക്ഷത്തേക്ക് ഇറങ്ങി നിന്നു. ഈ ലേവി ഗോത്രം എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൻ്റെ ശാപം കിട്ടിയ ഗോത്രമാ. യാക്കോബ് 2 മക്കളെ ശപിച്ചു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്. യാക്കോബ് അവൻ്റെ 2 മക്കളെ ശപിച്ചു. ആ 2 മക്കളെ ശപിച്ചു കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 49:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അത് പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി, ഇപ്പോൾ വായിക്കണ്ട. ഈ യാക്കോബ് 2 മക്കളെ ശപിച്ചു. ഒന്ന് ലേവി, മറ്റൊന്ന് ശിമെയോൻ. ഇവരെ 2 പേരെ ശപിച്ചിട്ട് പറയുകയാണ്, അയ്യോ ഇവർ ശപിക്കപ്പെട്ടവരാണ്, അവരുടെ മന്ത്രണങ്ങളിൽ നിങ്ങൾ കൂടരുതേ. മറ്റു മക്കളോട് പറയുകയാണ്, അപ്പൻ്റെ ശാപം കിട്ടിയ പിന്നെ അത് ശാപമല്ലയോ? ആ ശാപം കൊണ്ട് അവരിയ്ക്കുകയാണ്. ശപിക്കപ്പെട്ട ഗോത്രമാണ് ലേവി ഗോത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മോശ പറയുകയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരുണ്ടോ അവരിങ്ങോട്ട് ഇറങ്ങി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി നിന്നത് അപ്പൻ്റെ ശാപം കിട്ടിയ ഗോത്രമാണ്, ലേവി ഗോത്രം. ആ ലേവി ഗോത്രം ഇറങ്ങി നിന്നപ്പോൾ മോശ പറയുന്നത് എന്താണെന്നറിയാമോ? അയ്യോ ലേവി ഗോത്രമേ, നീ സകല ഗോത്രങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ടവൻ. ശപിക്കപ്പെട്ടവൻ എന്നാണോ പറഞ്ഞേ? ലേവി ഗോത്രമേ, നീ സകല ഗോത്രങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ടവൻ. ശാപം കിട്ടിയവനെന്ന് പറഞ്ഞവൻ യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിന്നപ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മാറുന്നു. നീ സകല ഗോത്രങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് ഈ ലേവി ഗോത്രത്തെക്കുറിച്ച് പറയുന്നത്. ഈ ശാപമെന്നും പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഇന്ന് നടക്കുന്നുണ്ട്. അതായത് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ, എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ, ബിസിനസ്സിലൊരു തകർച്ച വന്നാൽ അതാ വല്യപ്പൻ്റെ ശാപമാണ്, വല്യമ്മയുടെ ശാപമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അത് മുറിക്കാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ അവർ വന്ന് ശാപം മുറിച്ച് തരും. 2000 വർഷം മുമ്പ് കാൽവറിയിൽ നിന്റെ സകല ശാപങ്ങളും കർത്താവ് മുറിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കയറി മുറിക്കാൻ തയ്യാറുള്ളവൻ ആരാ?
നിന്റെ കർത്താവ് നിന്റെ ശാപം മുറിച്ചെങ്കിൽ അതിന്മേൽ കയറി മുറിക്കാനായിട്ട് നിന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കുന്നവനെ നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. നീ കർത്താവിന്റെ പക്ഷത്തേക്ക് മാറി നിന്ന് കഴിയുമ്പോൾ നീ ശപിക്കപ്പെട്ടവനല്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. ഈ ഒരു ഉൾക്കാഴ്ച നമുക്ക് വേണ്ടത് കേട്ടോ. അല്ല, ശാപം വഹിച്ചുകൊണ്ട് നടക്കുന്നവനല്ല നിങ്ങൾ. 2000 വർഷം മുൻപ് നിങ്ങളുടെ സകല ശാപങ്ങളും തൻ്റെ ക്രൂശിൽ അവൻ വഹിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നീ ശപിക്കപ്പെട്ടവനല്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് കേട്ടോ. ഈ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടായിരിക്കണം. ഞാൻ ശപിക്കപ്പെട്ടവനാ, എൻ്റെ കുറവുകൾ ശാപത്തിൻ്റെ ബലം, ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ സകല ശാപവും അവൻ മുറിച്ചു കഴിഞ്ഞു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറിയിരിക്കുന്നു. ലേവി ഗോത്രമേ, നീ സകല ഗോത്രങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട ഗോത്രമാണ്. അവർക്ക് കൊടുത്ത അനുഗ്രഹം അതിൻ്റെ താഴെ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അതായത് എല്ലാ ഗോത്രങ്ങൾക്കും ഓരോ സ്ഥലം വിഭാഗിച്ചു കൊടുത്തു, ഭൂമി വിഭാഗിച്ചു കൊടുത്തു, വസ്തു വിഭാഗിച്ചു കൊടുത്തു. ഇന്ന ഗോത്രക്കാർ ഇന്ന സൈഡ്, ഇന്ന ഗോത്രക്കാർ ഇന്ന സൈഡ്, എല്ലാവർക്കും വസ്തു വീതം വെച്ച് കൊടുത്തു സകല ഗോത്രത്തിനും. ലേവി ഗോത്രത്തിന് കൊടുത്ത് എന്താണെന്നറിയാവോ? അവരോട് പറയുന്നത്, ഈ ഭൂമിയിൽ 1 ഇഞ്ച് ഭൂമി പോലും നിനക്ക് തരത്തില്ല. ഈ അനുഗ്രഹമാണ് നമുക്ക് വേണോ? 1 ഇഞ്ച് ഭൂമി പോലും നിനക്ക് തരത്തില്ല ഇവിടെ. അതിന് താഴെ പറയുന്നത് എന്താണെന്നറിയാവോ? എന്നാൽ യഹോവ നിന്റെ ഓഹരിയായിരിക്കും. നിനക്ക് വസ്തുവക ഇവിടെ കിട്ടുകയില്ല, പക്ഷേ യഹോവ നിന്റെ ഓഹരിയായിരിക്കും. ഏത് അനുഗ്രഹമാണ് നിനക്ക് വേണ്ടത്? വസ്തുവകയുടെ അനുഗ്രഹമാണോ? പണത്തിൻ്റെ അനുഗ്രഹമാണോ? ലൗകികമായിട്ടുള്ള അനുഗ്രഹമാണോ? അതോ യഹോവ നിന്റെ ഓഹരിയായിരിക്കുന്ന അനുഭവമാണോ? ലേവി ഗോത്രമേ, നീ സകല ഗോത്രങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ടവർ. യഹോവ നിന്റെ ഓഹരിയായിരിക്കും. അപ്പോൾ ആ ലേവി ഗോത്രത്തെ അവിടെ വേർതിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ലേവി ഗോത്രം മാറി നിൽക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറുന്നു. യഹോവയുടെ സാന്നിധ്യം എന്നോടുകൂടെ പോരുമ്പോൾ ഞാൻ ഇനിയും ഈ ജനങ്ങളെ നയിപ്പാനായിട്ട് പ്രാപ്തിയുള്ളവരാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ കൊണ്ട് നടക്കാനായിട്ട് നമ്മളിൽ പലരും പല മാർഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു ക്രമീകരണം ഉണ്ടായിരുന്നു. ആ ക്രമീകരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചെല്ലുന്നിടത്തെല്ലാം ഒരു കൂടാരമുണ്ട്. ആ കൂടാരത്തിൻ്റെ പേര് സാക്ഷ്യ കൂടാരമെന്നാണ്. ആ കൂടാരത്തിന് സാക്ഷ്യ കൂടാരമെന്ന് പേര് കിട്ടാൻ ഒരു കാരണമുണ്ട്. ആ കൂടാരത്തിനകത്ത് ഒരു പെട്ടകമുണ്ട്. ആ പെട്ടകത്തിൻ്റെ പേര് സാക്ഷ്യ പെട്ടകമെന്നാണ്. ആ പെട്ടകത്തിന് സാക്ഷ്യ പെട്ടകമെന്ന് പേര് കിട്ടാൻ ഒരു കാരണമുണ്ടായിരുന്നു. ആ പെട്ടകത്തിൽ വെച്ചിരിക്കുന്നത് സാക്ഷ്യത്തിൻ്റെ പലകകളാണ്. അപ്പോൾ സാക്ഷ്യത്തിൻ്റെ പലക ഉള്ളതുകൊണ്ട് പെട്ടകം സാക്ഷ്യപ്പെട്ടകമായി. സാക്ഷ്യപ്പെട്ടകം ഇരുന്നത് കൊണ്ട് ഈ കൂടാരം സാക്ഷ്യ കൂടാരമായി. അത് ഏതാണ്ട് സാമുവേലിൻ്റെ കാലം വരെ ഇത് മാറ്റമില്ലാതെ ഇങ്ങനെ തുടർന്നു. എന്നാൽ ആ സമയത്ത് ഇസ്രായേൽ മക്കൾ യുദ്ധത്തിൽ അടിക്കടി തോൽക്കാനായിട്ട് തുടങ്ങി. ഇസ്രായേൽ മക്കൾ യുദ്ധത്തിൽ അടിക്കടി തോൽക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് തോൽക്കുന്നത് എന്നുള്ളത് അവർ തമ്മിൽ ചർച്ച ചെയ്തു. അവർ ചർച്ച ചെയ്തപ്പോൾ അവരുടെ ഒരു കാര്യം മനസ്സിലായി: യഹോവ നമ്മളോടുകൂടെ പോരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ തോൽക്കുന്നത്. അപ്പോൾ യഹോവയെ നമുക്ക് കൂടെ കൊണ്ടുപോകണം. അപ്പോൾ യഹോവയെ കൂടെ കൊണ്ടുപോയാൽ നമ്മൾ ജയിക്കും. അപ്പോൾ യഹോവയെ എങ്ങനെയാണ് ഇനി കൂടെ കൊണ്ടുപോകുന്നത്? യഹോവയെ കൂടെ കൊണ്ടുപോകാനായിട്ട് അവരൊരു തന്ത്രം പ്രയോഗിച്ചു. അതായത് ഈ സാക്ഷ്യകൂടാരത്തിൽ ഇരിക്കുന്ന പെട്ടകം യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഈ പെട്ടകവും എടുത്തുകൊണ്ട് നമ്മൾ യുദ്ധത്തിന് പോയാൽ യഹോവ നമ്മളോട് കൂടെ പോരും. ഈ പെട്ടകവും കൊണ്ട് പോയാൽ യഹോവ കൂടെ വരും. യഹോവ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ ജയിക്കും. ഇതെല്ലാവർക്കും ബോധിച്ചു. അങ്ങനെ അവർ ഈ സാക്ഷ്യകൂടാരത്തിൽ നിന്ന് യഹോവയുടെ പെട്ടകം വെളിയിലേക്ക് എടുത്തു. ഇത് വെളിയിലേക്ക് വന്ന് ജനങ്ങളുടെ മധ്യേ പെട്ടകം വന്നപ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം ആർത്തിരമ്പാനായിട്ട് തുടങ്ങി. ഇസ്രായേൽ മക്കളുടെ മധ്യത്തിലുള്ള ഈ ആർപ്പ് വിളി കേട്ടപ്പോൾ ഫെലിസ്ത്യർ നടുങ്ങിപ്പോയെന്നാ പറയുന്നത്. അവർ നടുങ്ങിപ്പോയി. യഹോവയുടെ സാന്നിധ്യം
ഇസ്രായേൽ മക്കളുടെ മധ്യേ വന്നിരിക്കുന്നു. ഇനി നമുക്ക് ജയിപ്പാൻ സാധ്യമല്ല. അപ്പോൾ അവരുടെ നേതാക്കന്മാർ വന്നിട്ട്, അല്ലയോ ഫെലിസ്ത്യ പുരുഷന്മാരെ, നിങ്ങൾ പുരുഷത്വം കാണിപ്പീൻ എന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ പ്രചോദിപ്പിച്ചു. ഏതായാലും ഇസ്രായേൽ മക്കൾ പെട്ടകവും കൊണ്ട് യുദ്ധത്തിന് പോയി. ഫെലിസ്ത്യരും വർദ്ധിച്ച ഉത്സാഹത്തോടെ യുദ്ധത്തിന് വന്നു. രണ്ടു കൂട്ടരും കൂടെ അതുവരെയും കണ്ടിട്ടില്ലാത്ത വണ്ണം പൊരിഞ്ഞ പോരാട്ടം നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ അതികഠിനമായ യുദ്ധം നടന്നു. ഈ യുദ്ധത്തിൻ്റെ ഫലം എന്താണെന്നുള്ളത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇസ്രായേൽ മക്കൾ തോറ്റു തുന്നം പാടി എന്നു മാത്രമല്ല, ഇസ്രായേൽ മക്കളിൽ 30,000-ൽ അധികം ആളുകൾ പട്ടുപോയി. മാത്രമല്ല, ഇവർ പൊക്കിക്കൊണ്ടുപോയ പെട്ടകമുണ്ടല്ലോ, അത് ആമ്പിള്ളാർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഈ പെട്ടകം കൂടെ പോരുകയാണെങ്കിൽ യഹോവയുടെ സാന്നിധ്യം നമ്മളോടുകൂടെ പോരും, അപ്പോൾ നമുക്ക് ഈ യുദ്ധത്തിന് ജയിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടകവും കൊണ്ട് പോയതാണ്. ആ പെട്ടകം കൊണ്ട് പോയിട്ടും അവർ യുദ്ധത്തിന് തോറ്റു. പെട്ടകം നഷ്ടപ്പെട്ടു. 30,000-ലധികം ആളുകൾ മരിച്ചു വീണു. എന്താ, പെട്ടകവും കൊണ്ട് പോയിട്ട് ദൈവ സാന്നിധ്യം പോകുന്നില്ലേ? ഇല്ലേ? പെട്ടകവും കൊണ്ട് പോകുമ്പോൾ പോരുന്നൊരു ദൈവ സാന്നിധ്യമല്ല നമ്മളുടെ ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യത്തിന് ഈ ഒരുപാട് മാർഗങ്ങൾ. ദൈവ സാന്നിധ്യത്തിന് ഈ ഏലസ് കെട്ടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനികളിൽ ഒരുപാട് പേരുണ്ട് ഏലസ് കെട്ടി. ഏലസ് ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം കൂടെ പോരുക. വിശുദ്ധ നാടൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടുന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരിക, അല്ലെന്ന് വരികയിൽ ഇച്ചിരി മണ്ണെടുത്തുകൊണ്ട് വരിക, അല്ലെ അവിടുന്ന് ഒരു കുരിശ് കൊണ്ടുവരിക. ഒരു പ്രത്യേകത, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ടെന്നുള്ള ഞാൻ ഓർക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരന് അവനിങ്ങനെ വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, മോനെ അവിടുന്ന് ജോർദാൻ നദിയിലെ വിശുദ്ധ ജലം കിട്ടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അതൊരു കുപ്പി വാങ്ങിച്ചുകൊണ്ട് വരണം. സമ്മതിച്ചു പോയി. അവന് തിരികെ ബോംബെ വന്നപ്പോഴാണ് അവൻ മറന്നുപോയി ഈ വെള്ളം വാങ്ങിക്കുന്ന കാര്യം. അവനങ്ങ് മറന്നുപോയി. അമ്മ അവിടെ നോക്കിയിരിക്കുകയും ചെയ്യും. അവൻ ബോംബെയിൽ നിന്നൊരു പ്രത്യേക ഇനം കുപ്പിയൊക്കെ സംഘടിപ്പിച്ച് ബോംബെയിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിനകത്ത് നിറച്ചിട്ട് അവനിത് കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് കൊടുത്തു. ജോർദാൻ നദിയിലെ വെള്ളമാണെന്നും പറഞ്ഞോളൂ. അമ്മ ഇത് കുടിച്ചു. സുഖമില്ലാതിരുന്ന അമ്മ അത് കുടിച്ചു. കുറേ സുഖം കിട്ടുകയും ചെയ്തു അമ്മയ്ക്ക്, കേട്ടോ. യോർദാൻ നദിയിലെ വെള്ളം കൊണ്ടുവന്ന കൂടെ പോരുന്ന ഒരു ദൈവമാണോ നിന്റെ ദൈവം? അവിടുത്തെ മണ്ണ് കൊണ്ടുവന്ന കൂടെ പോരുന്ന ഒരു ദൈവമാണോ നിന്റെ ദൈവം? അവിടുന്ന് ഒരു കുരിശ് കൊണ്ടുവന്ന കൂടെ പോരുന്ന ഒരു ദൈവമാണോ ദൈവം? ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറണം. നീ പെട്ടകവും പൊക്കിക്കൊണ്ട് പോയാൽ കൂടെ വരുന്നൊരു ദൈവമല്ല നിന്റെ ദൈവം. ഇസ്രായേലേ, നീ എന്തുകൊണ്ടാ തോറ്റത്? നിന്റെ പാപം മൂലമാ. നീ അത് ഏറ്റുപറഞ്ഞ് അനുദപിക്കാതെ പെട്ടകവും പൊക്കിക്കൊണ്ട് പോയാൽ ഏത് ദൈവമാണ് നിന്റെ കൂടെ വരുന്നത്? നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യം നിന്റെ കൂടെ വരുന്നത്. നീ ഏറ്റുപറയുമ്പോഴാണ് ദൈവ സാന്നിധ്യം കൂടെ വരുന്നത്. നിന്റെ പാപത്തെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യം വരുന്നത്. ഇസ്രായേൽ മക്കളെ, നിങ്ങളുടെ പാപത്തെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് അനുദപിക്കേണ്ടതിന് പകരം പെട്ടകവും പൊക്കിക്കൊണ്ട് യുദ്ധം ജയിക്കാൻ പോയിരിക്കുക. ഏത് ദൈവമാണ് നിന്റെ കൂടെ വരുന്നത്? അങ്ങനെയുള്ളൊരു ദൈവമല്ല നമ്മുടെ ദൈവം എന്നുള്ളത് ദൈവം അവിടെ തെളിയിക്കുകയാണ് ചെയ്തത്. ഇസ്രായേൽ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ പെട്ടകം എവിടെയാ? ഫെലിസ്ത്യരുടെ കയ്യിലാ. ഇസ്രായേൽ മക്കളുടെ മധ്യേ ഇപ്പം എന്തോ ഉണ്ട്? കൂടാരമുണ്ട്. ആ കൂടാരത്തിൻ്റെ പേര് സാക്ഷ്യകൂടാരം എന്നായിരുന്നു. അങ്ങനെ പേര് കിട്ടാൻ കാരണം സാക്ഷ്യത്തിൻ്റെ പെട്ടകം ഇരുന്നത് കൊണ്ടാണ്. ഇപ്പം സാക്ഷ്യത്തിൻ്റെ പെട്ടകം ഫെലിസ്ത്യരുടെ കയ്യിലാ. അപ്പോൾ ആ കൂടാരത്തിന് എന്നെ വിളിക്കാം? ഇനിയും എന്തോ വിളിക്കാം? ഇനിയും സാക്ഷ്യകൂടാരം എന്ന് ആ കൂടാരത്തെ വിളിക്കാമോ? ഇല്ല. ആ കൂടാരത്തെ ഇനിയും വിളിക്കേണ്ടത് ശൂന്യകൂടാരമെന്നാ. ഒരു കാലത്ത് സാക്ഷ്യകൂടാരമായിരുന്ന കൂടാരം ഇപ്പോൾ ശൂന്യകൂടാരമായി മാറിയിരിക്കുകയാണ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം, കേട്ടോ. ഒരു കാലത്ത് നമ്മുടെ സഭകളൊക്കെയും സാക്ഷ്യകൂടാരങ്ങളായിട്ടാണ് ആരംഭിച്ചത്. വ്യക്തികൾ സാക്ഷ്യകൂടാരങ്ങളായിട്ട് ആരംഭിച്ചവരുണ്ട്. ഇന്നത് ശൂന്യകൂടാരങ്ങളായിട്ട് നിൽക്കുകയാണ്. ക്രിസ്തീയ സഭ മൊത്തത്തിൽ ഇന്ന് ശൂന്യകൂടാരമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ അനന്തര ഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷ്യത്തിൻ്റെ കൂടാരം നിന്റെ മധ്യേ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ വലിയ സാക്ഷ്യം നിർവഹിപ്പാനായിട്ട് നമ്മളെ കൊണ്ട് ഒരു വ്യക്തിക്ക് നമ്മളെ തൊടാൻ നോക്കിയല്ല, കേട്ടോ.
നിന്നെ തൊടുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ പെട്ടകം പോയി നീ ശൂന്യകൂടാരമായി മാറി. ശൂന്യകൂടാരത്തിന് എന്നാ സാക്ഷ്യമാവുള്ളത്? ആർക്കും നിന്നെ തൊടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നഷ്ടപ്പെട്ട സാക്ഷ്യം തിരിച്ചു കിട്ടിയ ഒക്കത്തുള്ളൂ കേട്ടോ. നമ്മുടെ പിതാക്കന്മാര് സാക്ഷ്യമുള്ളവരായിരുന്നു. അതിൻ്റെ അനുഗ്രഹങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. എന്നാൽ ആ സാക്ഷ്യപ്പെട്ടകം നമ്മളിൽ നിന്ന് നഷ്ടമായിട്ട് നമ്മൾ ശൂന്യകൂടാരങ്ങളായി മാറിയിട്ടുണ്ടോ? നമ്മുടെ സഭകൾ, നമ്മുടെ ഇടവകകൾ ഇന്ന് സാക്ഷ്യകൂടാരമാണോ അതോ ശൂന്യകൂടാരമാണോ എന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക അത്രേ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും. പെട്ടകം പൊക്കിക്കൊണ്ട് പോകുന്നതിൽ കൂടെ ദൈവ സാന്നിധ്യം പോരത്തില്ല. വിശുദ്ധ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിലൂടെ ദൈവ സാന്നിധ്യം പോരത്തില്ല. നീ എന്തെങ്കിലും നിൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നതിലൂടെ ദൈവ സാന്നിധ്യം പോരത്തില്ല കേട്ടോ. ബൈബിള് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നതിലൂടെ ദൈവ സാന്നിധ്യം പോരത്തില്ല. ആ ബൈബിൾ നിൻ്റെ ഉള്ളിലാക്കിയെങ്കിലേ അവിടെ ദൈവ സാന്നിധ്യം കൂടെ പോരത്തുള്ളൂ കേട്ടോ. എവിടെ പോയാലും ബൈബിള് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്, പക്ഷെ ഉള്ളിലൊന്നുമില്ല. എവിടെയാ? വെറും ശൂന്യകൂടാരങ്ങളായിട്ട് നമ്മൾ മാറിയിരിക്കുക അത്രേ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ, യഹോവ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഞാൻ പോകാം, എൻ്റെ ദൈവം എന്നോടുകൂടെ വരികയാണെങ്കിൽ ഞാൻ പോകാം, അല്ലെങ്കിൽ നീ എന്നെ അയക്കരുതേ. നിനക്ക് അനുഗ്രഹമാണോ വേണ്ടത് അതോ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഉറപ്പാണോ നിനക്ക് വേണ്ടേ? ചിന്തിച്ചുകൊള്ളുക. ഈ രാത്രിയിൽ നിനക്ക് അനുഗ്രഹം വേണോ അതോ ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വലിയ ഉറപ്പാണോ നിനക്ക് വേണ്ടത്? ഇതിലേത് വേണമെന്നുള്ളത് ഈ രാത്രിയിൽ നിനക്ക് തീരുമാനിക്കാം. ദൈവമേ, എനിക്ക് ആ അനുഗ്രഹം തരണേ, ഈ അനുഗ്രഹം തരണേ, മറ്റേ അനുഗ്രഹം തരണേ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകാനാണോ നീ വന്നിരിക്കുന്നത്? അതോ ദൈവമേ, ഈ രാത്രിയിൽ നീ എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് എനിക്ക് തന്നെ ഇവിടെ ഒന്ന് പറഞ്ഞയക്കണമേ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സാക്ഷ്യകൂടാരമായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരിക്കൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. ആ പത്രത്തിലെ പടം സഹിതം ഫോട്ടോ സഹിതം വന്ന ഒരു ന്യൂസ് ഐറ്റമാണ്. അതായത് തമിഴ്നാട്ടിൽ ഗ്രാമീണ സ്ഥലത്ത് ആടുകളെ മേയ്ക്കുന്നതായിട്ടുള്ള ഒരുപാട് ഇടയന്മാരൊക്കെ ആ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം അവിടെ ഈ പൈലറ്റ് ആകാനായിട്ട് പരിശീലനം കൊടുക്കുന്ന ഒരു വിമാനത്തിൽ ഒരു പൈലറ്റ് ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ താണ് പറന്ന്, അന്ന് വിമാനത്തിനൊക്കെ ഭയങ്കര ഇരമ്പൽ ശബ്ദമൊക്കെ ആണല്ലോ, ഇങ്ങനെ താണ് പറന്ന് വന്നപ്പോൾ വലിയൊരു ആട്ടും പറ്റം താഴെ കണ്ടു. ഈ ഇരമ്പൽ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് ഈ ആട്ടും പറ്റം 4 ചുറ്റും ഓടാനായിട്ട് തുടങ്ങി. ഈ ആട്ടിൻ പറ്റ ഓടി 4 സ്ഥലത്തേക്കും അങ്ങ് പോയി. ഇത് കണ്ടപ്പോൾ ഈ വൈമാനികന് വലിയൊരു രസം. ഈ ആടിനെ ഓടിക്കുന്ന ഒരമ്പൽ ശബ്ദം കേട്ട് ആടുകൾ ഓടുക, ഇത് കേട്ടപ്പോൾ വൈമാനികന് വലിയൊരു രസം. അയാൾ പെട്ടെന്ന് മേളിലോട്ട് പറന്നു പോയി. അപ്പോഴത്തേക്ക് ഈ ആടുകൾ പിന്നെയും കൂടി വന്നു. അയാൾ വീണ്ടും താഴേക്ക് വന്നിട്ട് ഇരമ്പൽ ശബ്ദത്തോടുകൂടി, അപ്പോഴത്തേക്ക് ആടുകൾ 4 വശത്തും പേടിച്ച് ചിതറി. അങ്ങനെ 2 പ്രാവശ്യം താണ് പറന്നു വന്ന് ആടുകൾ 4 വശത്തേക്കും ചിതറിപ്പോയി. ഇത് കണ്ടുകൊണ്ട് വീണ്ടും 3ാമത് ഈ പൈലറ്റ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും വലിയ കുറച്ചുകൂടെ താണ് ഈ പ്ലെയിൻ വന്ന് ഈ ആടുകളെ ചിതറിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ 3ാം പ്രാവശ്യം വന്നപ്പോൾ ഈ ഒറ്റ ആടുകളും ചിതറിപ്പോയില്ല. ഈ ആടുകളെല്ലാം ഒരിടത്ത് ഇങ്ങനെ പറ്റി നിൽക്കുക. ഇതെന്താ? ഈ 2 പ്രാവശ്യം ചിതറിപ്പോയ ആട് ഇപ്പോൾ ചിതറിപ്പോകാത്ത എന്താണ്? ഇങ്ങനെ പറ്റി നിൽക്കുകയാണ് അവിടെ. അപ്പോൾ വൈമാനികൻ കുറച്ചുകൂടെ താഴ്ത്തി പറന്നിട്ട് വൈമാനികൻ അവിടെ ഇരുന്നു കൊണ്ട് താഴേക്ക് നോക്കിയപ്പോൾ ഈ ആടിൻ്റെ ഏറ്റവും നടുക്ക് എന്താ നിൽക്കുന്നറിയാവോ? ആ ഇടയന ആടിൻ്റെ നടുക്ക് നിൽപ്പുണ്ട്. ഇടയൻ നടുക്ക് നിന്നപ്പോൾ ഈ ആടുകളെല്ലാം കൂടെ ഇടയനെ പറ്റി ഇങ്ങനെ നിൽക്കുക. പിന്നെ ആടുകൾക്ക് പേടിയില്ല. നടുക്കിടയൻ നിൽക്കുമ്പോൾ ആടുകൾക്ക് പിന്നെ പേടിയില്ല. എത്ര താണ് പറന്നു വന്നാലും, എത്ര ഇരമ്പൽ ശബ്ദത്തോടു കൂടി വന്നാലും ഇടയൻ നടുക്കുണ്ടെങ്കിൽ ഈ ആടുകൾ ചിതറിപ്പോകത്തില്ല കേട്ടോ. ഇത് പടം സഹിതം ഹിന്ദു പത്രത്തിൽ വന്നതായിട്ടുള്ള ഒരു വാർത്തയാണിത്. വൈമാനികൻ്റെ ഇരമ്പൽ ശബ്ദം ആടുകളെ ചിതറിപ്പാനായിട്ട് ആദ്യം ഉപയുക്തമായി, എങ്കിലും ഇടയൻ നടുക്ക് വന്നപ്പോൾ ആടുകൾ ഒരെണ്ണം പോലും ചിതറിപ്പോയില്ല. ഇടയന് ചുറ്റും ഇങ്ങനെ ബലത്തിൽ ആടുകൾ നിൽക്കുകയാണ്. ഇതാണ് മോശ പറയുന്നത്, നീ എന്നോട് കൂടെ ഉണ്ട് എങ്കിൽ
ഈ ഒരൊറ്റ ആടും പിന്നെ ചിതറിപ്പോകാതെ ഞാൻ അതിനെ ബലമായിട്ട് നടത്തിക്കൊള്ളാം. യഹോവേ, നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരേണമേ. കാലം ചെയ്ത ഡോക്ടർ യൂഹോനോൻ മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരു ദിവസം ഈ സഭാതാരക എന്ന് പറയുന്നൊരു മാസികയുണ്ട്. ആ മാസികയ്ക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് എല്ലാ പ്രാവശ്യത്തെ മാസികയിൽ വരും. അങ്ങനെ എഴുതാനായിട്ട് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് അദ്ദേഹം അതുവരെ ആ ലെറ്ററിൽ ഇങ്ങനെ കുറിച്ചു: ഇന്ന് എൻ്റെ ജന്മദിനമാണ്. ഈ വർഷം എന്തൊക്കെ സംഭവിക്കും എന്ന് എനിക്കറിയത്തില്ല, എനിക്കത് അറിയേണ്ട ആവശ്യവുമില്ല. എന്നാൽ ഒന്ന് ഞാൻ അറിയുന്നു, എന്നോട് കൂടെയുള്ളവൻ ആരാ, അത് മതി എന്ന് പറഞ്ഞ എഴുത്ത് അവിടെ അവസാനിപ്പിച്ചു. ഇതെഴുതി പബ്ലിഷ് ചെയ്തിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുമേനി കാലം ചെയ്തു. ഈ വർഷം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്ന് ഞാൻ അറിയുന്നു, എന്നോട് കൂടെയുള്ളവൻ ആരാ, അത് മതി. ഈ ഒരു ഉറപ്പോടുകൂടെ നിങ്ങൾക്ക് മടങ്ങിപ്പോവാനായിട്ട് സാധിക്കുമോ? യാക്കോബ് അനുഗ്രഹങ്ങളുടെ പുറകെ പോയി. ഒരൊറ്റ ഒരു അനുഗ്രഹം പോലും സമാധാനത്തോടെ അനുഭവിപ്പാനൊക്കുന്നില്ല. അവസാനം അവൻ യാബോക്ക് നദിയുടെ തീരത്ത് വന്ന് കിടന്നുകൊണ്ട് കരഞ്ഞു പറയുകയാണ്: ചതിയിൽ കൂടെ ഉണ്ടാക്കിയതൊന്നും എനിക്ക് അനുഭവിക്കാൻ ഒക്കുകയില്ല എന്ന് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അനുഗ്രഹം അവൻ അനുഗ്രഹമായിട്ട് മാറുന്നത്. മോശ അനുഗ്രഹം തരണേ എന്നല്ല പറഞ്ഞത്, നീ എന്നോടുകൂടെ പോരണമെന്നാണ് പറഞ്ഞത്. ഇതിലേത് വേണം നിങ്ങൾ തീരുമാനിച്ചു കൊള്ളുക. ഈ രാത്രിയിൽ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ എന്ത് ഇനിയും എൻ്റെ ഭാവിയിൽ സംഭവിക്കും എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്ന് ഞാൻ അറിയുന്നു, എന്നോട് കൂടെയുള്ളവൻ ആരാ, അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് സാധിക്കുമോ? പറ. നീ എന്നോടുകൂടെ പോരുന്നുവെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും. എൻ്റെ ജീവിതത്തിൻ്റെ എന്ത് അനുഭവങ്ങളായിരുന്നാലും അതിനെ നേരിടുവാൻ ഞാൻ കെൽപ്പുള്ളവനാകും. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു സാന്നിധ്യബോധമാണ് എന്നെ പിടിച്ച് നിർത്തുന്നത്. എരമ്പലിൻ്റെ അനുഭവങ്ങളിൽ, തകർച്ചയുടെ അനുഭവങ്ങളിൽ വീണു പോകാതെ കണ്ണം എന്നെ പിടിച്ചു നിർത്തുന്ന അനുഭവം എന്ന് പറയുന്നത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പും ധൈര്യവുമാണ്. ആ ബലത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്താവേ, നീ എന്നോടുകൂടെ പോരണം. എൻ്റെ സകല ശാപങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റിയ ദൈവമേ, ഞാൻ ഇനി ശപിക്കപ്പെട്ടവനല്ല, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. തുടർന്നും നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരുന്ന് എന്നെ ബലപ്പെടുത്തണമേ. ഏതനുഭവങ്ങളിലും വീണു പോകാതെ പിടിച്ച് നിർത്തുവാൻ തക്കവണ്ണം നിൻ്റെ സാന്നിധ്യം എനിക്ക് ബലം പകരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം മൗനമായിട്ട് അല്പസമയം നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. നമ്മൾ കേട്ട വചനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ക്രിസ്തീയ ജീവിതം അനുഗ്രഹങ്ങൾ തേടിപ്പോകുന്നൊരു ജീവിതമല്ല. അനുഗ്രഹങ്ങൾ അതാത് സമയത്ത് ദൈവം തരുന്ന ദാനമാണ്. യഹോവയുടെ സാന്നിധ്യം അന്വേഷിക്കുന്നവൻ ആരുണ്ടോ അവന് അനുഗ്രഹിക്കപ്പെടും. നീ സകല ജാതികളിലും അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. യഹോവ നിന്റെ ഓഹരിയായിരിക്കും. സകല ശാപവും മാറി യഹോവ നിന്റെ ഓഹരിയായി മാറും. ദൈവമേ, വിവിധങ്ങളായുള്ള അനുഭവത്തിലൂടെ നീ ഞങ്ങളെ കടത്തിവിടുന്നല്ലോ. തകർച്ചയുടെ അനുഭവമുണ്ട്, രോഗത്തിൻ്റെ അനുഭവമുണ്ട്, ദുഃഖത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, സാമ്പത്തിക ഭദ്രതയില്ലായ്മയുണ്ട്, കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്, കുടുംബസമാധാനമില്ലായ്മയുണ്ട്, ഭാവിയെ ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം മധ്യേ ഒരു കാര്യം മാത്രം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു.
നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് എനിക്ക് തരണം. നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം. അത് മതി കർത്താവേ, അത് മതി കർത്താവേ, അത് മതി. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.